ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ ഓം ശ്രീകൃഷ്ണായ നമഃ, ഓം ശ്രീകൃഷ്ണായ നമഃ. എന്തായി ശ്രീകൃഷ്ണൻ? ഓം ശ്രീകൃഷ്ണായ നമഃ. കൃഷ്ണൻ എന്ന വാക്കിനർത്ഥം എന്താ? കൃഷ്ണൻ. കൃഷ് എന്ന് പറഞ്ഞാൽ ഒഴുകുക. നാമെന്ന് എന്നാൽ ആനന്ദം. ആനന്ദത്തിനെ ഒരു തരത്തിലുള്ള വൈഷമ്യവും ഇല്ലാത്തൊരവസ്ഥയെ ഉഴുതു തരുന്നവനാരോ അതാണ് ആര്? കൃഷ്ണൻ. കൃഷ്, അതിൽ നിന്നാണ് കൃഷി എന്ന വാക്കുണ്ടായത്. അപ്പോൾ കൃഷി. അമ്മ ഉറങ്ങണ്ട, ഇതുകൂടെ ഒന്ന് കേട്ടോണ്ടിരിക്കൂ. അപ്പോഴ് കൃഷ്ണ എന്ന വാക്കിനർത്ഥം എന്താ? ആനന്ദത്തിനെ ഉഴുതു തരുന്നവനാരോ അതാണ് ആര്? കൃഷ്ണൻ. ഓം കൃഷ്ണായ നമഃ, ഓം കൃഷ്ണായ നമഃ. പൂന്താനം അവിടെ ചെന്ന് നിന്നിട്ട്, എന്റെ പൊന്നു ഗുരുവായൂരപ്പ, എനിക്ക് നടക്കാനൊന്നും വയ്യ, നിന്നെ കാണാതിരിക്കാനും എനിക്ക് പറ്റൂല, 3-4 ദിവസം കൊണ്ട് എനിക്ക് വരാനും പറ്റണില്ല എന്ന് പറഞ്ഞ് അങ്ങാടിപ്പുറത്തെ തന്റെ ഇല്ലത്തിലിരുന്ന് കരഞ്ഞു. അവസാനം എഴീച്ച് നടക്കാൻ പറ്റാതെ. അതാണ് കൃഷ്ണ ഭഗവാനും ദേവിയൊക്കെ നമ്മൾ നല്ലവണ്ണം ഉപാസിച്ചാലുള്ള ഗുണം. ഇല്ലെങ്കിൽ തോന്നുമ്പോ പോവും. മനസ്സിലായില്ലേ? അങ്ങോട്ടൊന്ന് കേറി അതുവഴി പോയപ്പോ ജനാർദ്ദനെ കൂടെ കണ്ടേ. ഏത് ജനാർദ്ദനൻ? നമ്മൾ ആധാരം എഴുതുന്ന ജനാർദ്ദനൻ. ഒന്ന് കണ്ടിട്ട് കയറി വന്നു. അങ്ങനെയല്ല, വളരെ വ്രതശുദ്ധിയോടുകൂടി നല്ലതുപോലെ അലങ്കാരം വേണ്ട ശുദ്ധ വസ്ത്രം, ശരീരം. അങ്ങനെ പൂന്താനം ചെന്ന് ഒരുപാട് കരഞ്ഞു. അവസാനം ഒരു ദിവസം വരാൻ പറ്റിയില്ല. അങ്ങാടിപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് കണ്ടോളാം മയ്യന്റെ കൃഷ്ണനെ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് 4-5 ചോട് കഴിഞ്ഞപ്പോ നെടുമ്പാടടിച്ചു വീണു. അപ്പോൾ ഒരു കുതിര വണ്ടി വന്ന് അവിടെ നിന്നു. കയ്യിൽ ഇടത്ത് കൈ കൊണ്ട് പൊക്കിയെടുത്തു. ആരാ പൊക്കിയെടുത്ത്? ഭഗവാൻ ഗുരുവായൂരപ്പൻ. എന്താ പൂന്താനം ഇങ്ങനെ കാട്ടിയത്? എനിക്ക് കണ്ടോളാൻ വയ്യായിരുന്നു. ഒരു കാര്യം ചെയ്യില്ലത്തിൽ ഒരു അമ്പലം വെച്ചോ. നിങ്ങൾ പോകുമ്പോൾ തിരുവന്താംകുന്നിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് പൂന്താനത്തിന്റെ ഇല്ലമുണ്ട്. അവിടെ ഗുരുവായൂരപ്പൻ ഒരു അമ്പലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൂന്താനം കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ ആരവിടെ എത്തും? ഭഗവാൻ അവിടെ എത്തും. ഏതോ ബന്ധാണെങ്കിലും ഭഗവാൻ അവിടെ എത്തിയിരിക്കും. അതാണ് യഥാർത്ഥ ഭക്തൻ. വിളിച്ചാൽ ഭക്തന്റെ മുമ്പിൽ ആര് വരും? ഭഗവാൻ. ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തൻ. ഈ ലോകത്തെ ഏറ്റവും വലിയ വൈഷമ്യം എന്തെന്ന് പറഞ്ഞാൽ ഭക്തനാവുക എന്നുള്ളതാണ്. മനസ്സിന് അനാവശ്യ ചിന്തയില്ലാത്ത ആരോ അതാണ് ഭക്തൻ. മനസ്സിന് ശുദ്ധിയുള്ളവനാരോ അവനാണ് ഭക്തൻ. മനസ്സിലാക്കണം. ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ, വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്തവനാണ് യഥാർത്ഥ ഭക്തൻ. അത് തന്നെയാണ് ഗീതയിൽ പറയുന്നത്. ഭഗവാൻ, നീ നിഷ്കാമ കർമ്മം ചെയ്യണം. നിന്റെ കർമ്മശുദ്ധിയാണ് നിന്റെ എല്ലാം, നിന്റെ അലങ്കാരം. നമുക്കതുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അതുപോലെ കുചേലന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണന്റെ അമ്പലത്തിൽ, നാരായണന്റെ അമ്പലത്തിൽ, ജനാർദ്ദന സ്വാമിയുടെ അമ്പലത്തിൽ ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ, ഭദ്രകാളിയുടെ അമ്പലത്തിൽ ഓം ഹ്രീം ഭദ്രകാളിയേ നമ 4 പ്രദക്ഷിണം. അടുത്ത സ്ഥിരമായി ഇവിടെ നമ്മളെ കേരളത്തിൽ എത്ര അയ്യപ്പസ്വാമി ക്ഷേത്രമുണ്ട് സുനിലെ? ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ഇനി ഞാൻ വിളിക്കാൻ സമ്മതിക്കൂല. ഉറപ്പാണ്. അന്നപ്പോഴേ ചോദ്യം, പെഡിഗ്രി ഒന്നും അല്ല ഞാൻ. എത്ര അയ്യപ്പസ്വാമി ക്ഷേത്രമുണ്ട് ഇവിടെ? ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടത്തിയതല്ലേ ഇവിടെ. അയ്യപ്പസ്വാമി ക്ഷേത്രം ഒന്നേ ഉള്ളൂ, ശബരിമലയിൽ. ബാക്കിയെല്ലാം ശാസ്താക്ഷേത്രങ്ങളാണ്, ധർമ്മശാസ്താക്ഷേത്രങ്ങളാണ്. വ്യത്യസ്തത മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. അയ്യപ്പസ്വാമി ക്ഷേത്രം ഒന്നേ ഉള്ളൂ, ശബരിമല. അയ്യപ്പൻ എന്ന വാക്കിനർത്ഥം 5ന്റെയും അപ്പൻ. 5 പഞ്ചേന്ദ്രിയങ്ങൾ, അതിന്റെ നാഥനാണ് അയ്യപ്പൻ. അയ്യപ്പൻ അയ്യപ്പൻ എങ്ങനെയെന്ന് പറയാം. ബാക്കി നമ്മളെവിടെയൊക്കെ കാണുന്നത് ശാസ്താക്ഷേത്രമാണ്. ശാസ്താവ് എന്ന വാക്കിനർത്ഥം സംരക്ഷകൻ. ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ സംരക്ഷിക്കുന്നവൻ. ബോർഡിൽ എന്താണെന്ന് നോക്കിയ സനാതന ധർമ്മം. ആ സനാതന പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിലനിൽക്കുന്ന ധർമ്മത്തിന്റെ ചൈതന്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന കേന്ദ്രം, സത്സംഗം, ഒത്തുചേരലാണ് ഇവിടെ നമ്മൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ധർമ്മം എന്ന് പറയുന്ന ധർമ്മശാസ്താവ്. ശാസ്താവ് സംരക്ഷകൻ, ധർമ്മത്തെ സംരക്ഷിക്കുന്നവൻ. ഒരാളിനും ബുദ്ധിമുട്ടില്ലാതെ ശുദ്ധിയോടെ ചെയ്യുന്ന കർമ്മമാണ് ധർമ്മം. മറക്കല്ലേ, ശുദ്ധിയോടെ ചെയ്യുന്ന കർമ്മമാണ് ധർമ്മം. അപ്പോൾ ധർമ്മശാസ്താവ്
ഇവിടെയൊക്കെ ധർമ്മശാസ്താവാണ്, ധർമ്മത്തെ സംരക്ഷിക്കുന്നവൻ. മഹാവിഷ്ണുവിന് എത്ര അവതാരങ്ങളുണ്ട്? 10. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമ, രാമച്ച, കൃഷ്ണ, കൽകി, ജനാർദ്ദന എന്ന് പറയും. അല്ല, ആദ്യത്തെ മത്സ്യാവതാരം എന്തിനാ മത്സ്യാവതാരം എടുത്തത്? മത്സ്യാവതാരം എന്തിനായിരുന്നു? ഒരു തമാശ. വിഷ്ണുവിന് അങ്ങനെ ചില തമാശകളൊക്കെ തോന്നും. ആണോ? അല്ല. നമ്മുടെ നാട്ടിലെ ഈ പ്രപഞ്ചത്തിലെ സർവ ജ്ഞാനങ്ങളും അടങ്ങിയ വേദങ്ങളും ഉപനിഷത്തുകളും സൂത്രങ്ങളും സ്മൃതികളും എല്ലാം കൂടി അടുക്കി കെട്ടി ഓലയെല്ലാം കൂടി എടുത്തിട്ടുണ്ട് ഹയഗ്രീവൻ എന്ന് പറയുന്ന ഒരു അസുരൻ അങ്ങ് കടലിന്റെ അടിയിലേക്ക് മുങ്ങിക്കളഞ്ഞു. തിരികെ കെട്ടിയില്ലെങ്കിലോ നമ്മളെ നാട് ഇരുട്ട്. അതാണ് നോക്കേണ്ടത്. നമ്മളെ നാട് ഇരുട്ട്. നമുക്ക് പിന്നെ ജ്ഞാനമില്ല, പ്രകാശമില്ല, വെളിച്ചമില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല. എല്ലാരും കൂടെ പറഞ്ഞു കൊണ്ടുപോയല്ലോ നമ്മുടെ അറിവെല്ലാം. എങ്ങനെയാ തിരിച്ചു കൊണ്ടുവരുന്നത്? ഭഗവാൻ പറഞ്ഞു കുഴപ്പമില്ല. ശിവനും ബ്രഹ്മാവും ഒക്കെ കൂടെ പറഞ്ഞു അണ്ണം വിചാരിച്ചാലേ നടക്കൂ. അപ്പോഴങ്ങനെയാണ് മത്സ്യം കടലിന്റെ അടിയിൽ പോയി കടലിന്റെ അടിയിൽ ഒളിച്ചിരുന്ന ഹയഗ്രീവനോട് പറഞ്ഞു ഇടടാതത്രയും എല്ലാം എടുത്തു. വന്നിരിക്കുന്ന ആളിനാക്കറിയാം, ഹയഗ്രീവൻ അറിയാം, കൊടുത്തില്ലെങ്കിലോ തീർന്ന്. അങ്ങനെ മത്സ്യം, കൂർമ്മം, പാലാഴി മഥനം ചെയ്തപ്പോഴ് മന്ദരപർവ്വം നിൽക്കാതെ താഴെ പോയപ്പോഴ് അതിനെ ഒന്ന് നിലനിർത്താൻ വേണ്ടി സമതുലിതമായി നമ്മുടെ ഭൂമിയിൽ നിൽക്കാൻ ഒരു ജീവിക്കേ കഴിയൂ. അത് ആമയ്ക്കാണ്. അതിന്റെ കാല് ഫ്രണ്ടിലും ബാക്കിലും വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അതിന്റെ അടിയിൽ മന്ദരപർവ്വത്തിനെ അത് താങ്ങി നിർത്തി പാലാഴി മഥനം ചെയ്യുന്നതിന് സഹായിച്ചു കൊടുത്തു. രണ്ടാമത്തെ അടുത്ത മത്സ്യം, കൂർമ്മം, വരാഹം ഭൂമിയെ കടൽ താഴ്ത്തിക്കൊണ്ടുപോയപ്പോ കണ്ടില്ലേ, വരാഹൻ അവൻ ആ കൊമ്പിൽ നിർത്തി ഈ ഭൂമിയെ നിലനിർത്തു. മത്സ്യകൂർമ്മ, വരാഹം, നരസിംഹം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ധർമ്മത്തെ സംരക്ഷിക്കുക. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ധർമ്മശാസ്താവ് ആ ഭഗവാന് 10 അവതാരമുള്ളതുപോലെ ആരെങ്കിലുമൊക്കെ എഴുതിയെടുക്കാൻ സ്പീഡിന് എഴുതിയെങ്കിലേ പറ്റൂ, ഇല്ലെങ്കിൽ ഓർമ്മ നിൽക്കാൻ പോലും ഇല്ല. എന്താണെന്ന് അറിയാമോ? മഹാശാസ്ത്ര, ബാലശാസ്ത്ര, കാലശാസ്ത്ര, ആര്യശാസ്ത്ര, കല്യാണശാസ്ത്ര, കിരാതശാസ്ത്ര, സമ്മോഹനശാസ്ത്ര, അയ്യപ്പ. 8ാമത്തെ ശാസ്താവിന്റെ 8 ഭാവങ്ങൾ, 8 അവതാരങ്ങളുണ്ട്. ആ 8ാമത്തെ അവതാരമാണ് അയ്യപ്പൻ. ആ അയ്യപ്പനാണ് എവിടെ കുടികൊള്ളുന്നത്? ശബരിമലയെ കുടികൊള്ളുന്നത്. ശബരിമല എത്ര പ്രാവശ്യം പോയി സുനിലെ? 3 പ്രാവശ്യം. എത്ര പടിയുണ്ട് അവിടെ? 18 പടി അല്ലേ? 18 അല്ലേ? എന്താ മൂലമന്ത്രം? നമ്മളിനെ വിളിക്കൂല, അമ്മച്ചാന്ന് വിളിക്കൂലേ? മൂലമന്ത്രം ഏതാ? പോയില്ലേ? 18 പടിയും ചവിട്ടിക്കേറുമ്പോ മൂലമന്ത്രം ഉരുവിടാതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല. 41 ദിവസം വ്രതം എടുക്കണമെന്ന് പറഞ്ഞ ഒരു മണ്ഡലക്കാലം. എന്തിനാണ് ഈ 41ന്റെ കണക്കെന്നറിയോ? ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ 365 ദിവസം, ചന്ദ്രന് സൂര്യനെ ചുറ്റാൻ 324 ദിവസം, ബാക്കി അവിടെ അവശേഷിക്കുന്നു 41 ദിവസം. ഈ 41 ദിവസം ഭൂമിയിൽ എനർജി ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ്, ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിനാണ്. 41 ദിവസം അമ്പലങ്ങളിലൊക്കെ പൂജ നടത്തി വിളക്ക് എത്തിച്ച് 41ാമത്തെ ദിവസം 41 വിളക്കാണടി. പുഴുക്കൊക്കെ കിട്ടും, ചേമ്പൊക്കെ കൊണ്ടുപോകണുണ്ട്, ഗോപാലെണ്ണ പോകണം നമുക്ക്. അതിനല്ല, 41 ദിവസം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നാമം ജപിച്ച് 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 ഏത് നാമവും ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, തിരിച്ചും ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് 1008 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയാൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരോടും ആദിപരാശക്തിയോടും അടുത്തടുത്ത് ചൊല്ലുമെന്നാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. പിന്നെ നീ വിളിക്കണ്ട, ഞാൻ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, പിന്നെ നിന്നെ വിളി. ഹരേ രാമ. ആ ഏർപ്പാട് പറ്റൂല.
അതിനെല്ലാം ഓഫ് ചെയ്ത് വച്ചിട്ട് വേണം ചൊല്ലാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ നാമം കൃത്യമായി ചൊല്ലിയാൽ ആദ്യം ബ്രഹ്മാവിനോട്, രണ്ടാമത് വിഷ്ണുവിനോട്, മൂന്നാമത് ശിവനിലേക്ക്, നാലാമത് ആദിപരാശക്തിയിലേക്ക് ലയിക്കും. ഇതിനാണ് ഈ നാമത്തിന്റെ അതെങ്കിലും ചൊല്ലാൻ പഠിപ്പിക്കണേ മക്കളെ, അതെങ്കിലും ചൊല്ലാൻ പഠിപ്പിക്കണേ. അതാണ് ഇവരൊക്കെ ചെയ്യുന്ന ഈ ത്യാഗത്തിന്റെ ഒരവസ്ഥയായിട്ട് ഞാൻ നിങ്ങളോട് പറയണേ. അതെങ്കിലും നിങ്ങൾ ചൊല്ലണ്ട. ചില വീടുകളിലൊക്കെ ഉണ്ട്, എടാ പിള്ളേരെ നാമം ചൊല്ലുന്നടാ, ഞാൻ മാമനായി ഞാൻ കസേര ഇങ്ങനെ ചാരിക്കിടക്കും. ഭഗവാന്റെ മുമ്പില് 1-ാമത്തെ വയസ്സുകാരനും 90-ാമത്തെ വയസ്സുകാരനും പ്രായം ഒന്നാണ്. തിരിച്ചറിയണം. അവിടെ പ്രായമില്ല, ഭഗവാന്റെ മുമ്പിൽ പ്രായമില്ല. ശരിക്കും ഭക്തിയോടുകൂടി ഭഗവാനെ സമീപിക്കുന്നവൻ നിഷ്കളങ്കൻ, അവൻ ബാലൻ, അവൻ കുഞ്ഞ്. അതാണ് കുട്ടികളിലാണ് ഈശ്വരൻ ദർശിക്കുന്നതെന്ന് പറയുന്നത്. അയ്യപ്പസ്വാമിയുടെ മൂലമന്ത്രം, അയ്യപ്പസ്വാമി ഇപ്പൊ പോകുന്നുണ്ട്. എടേ നീ മലയ്ക്ക് പോണാൻ മരുന്നാ മച്ചമ്പി, വ്രതമൊന്നുമില്ലടാ. ആര് വ്രതം? അണ്ണാച്ചിയുടെ കടയിൽ നിന്ന് കെട്ടിന്റെ സാധനം മേടിക്കാം, ഇന്നോവയിടാ, ചാഞ്ഞി ചരിഞ്ഞൊക്കെ ഇരുന്നങ്ങ് പോവാ. കെട്ടണു, ഗുരുഭൂതം വരണു, അങ്ങോട്ട് കയറ്റി ഇരുത്തണു, കെട്ടി അയാൾക്ക് 501 രൂപ കൊടുത്തു. ഈ പുണ്യപാപ ചുമട്, ഒരു കെട്ടിൽ നമ്മളെ പുണ്യം, ഒരു കെട്ടിൽ നമ്മുടെ പാപം, ഇതിനെ ശിരസിലേറ്റി വെച്ച് ഭഗവാന്റെ മുമ്പ് കൊണ്ട് സമർപ്പിക്കുകയാണ്. ഇനി നമ്മൾ അരുതാത്തതൊന്നും ചെയ്യില്ല അയ്യപ്പ സ്വാമി എന്ന് പറയാനാണ് ഈ ശബരിമലയിൽ പോണത്. ഇത് ഡിക്കിയിലേക്ക് എടുത്തെറിയും, മൊബൈലിൽ കളിക്കണം. നല്ല പാടോടെ റഹ്മാനല്ല പാട്ട് ട്യൂൺ ചെയ്തതെന്ന് ഗോപാൽ ശർമ്മ പറഞ്ഞിരിക്കുന്നു. നീ കേട്ടാ? അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോവുകയാണ്. കെട്ടി തലയിൽ വച്ച്, ഡിക്കിയിലൊന്നുമല്ല, ശിരസിൽ വച്ചില്ലെങ്കിൽ തോളിലെങ്കിലും വയ്ക്കണം. അവിടെ ചെന്ന് പമ്പയിൽ ഇറങ്ങി കുളിച്ച് വീണ്ടും ശുദ്ധി വരുത്തി നാളികേരം അടിക്കേണ്ടിടത്ത് അടിച്ച് ശരംകുത്തിയിൽ ശരവും എറിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ജപിക്കേണ്ട മന്ത്രം ഏത്? ആർക്കെങ്കിലും പറയാമോ? ഞാൻ പറഞ്ഞത് കേട്ടോണ്ട് അടിക്കുകയാണ്. പോട്ട് സാരമില്ല. ഓം ക്രൂം നമ പരായ ഗോത്രേ നമ. തെറ്റിപ്പോലെ ഓം ക്രൂം നമ, മേഘം എന്നുള്ള ഖ. ഓം ക്രൂം നമ പരായ ഗോത്രേ നമ, ഓം ക്രൂം നമ പരായ ഗോത്രേ നമ. ഈ മന്ത്രം ചൊല്ലിയിട്ട് 18 പടി ചവിട്ടി കയറാവൂ. ആദ്യത്തെ 5 പടി വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ല. ആദ്യത്തെ 5 പടി പഞ്ചേന്ദ്രിയം, അടുത്ത 8 പടി അഷ്ടമോഹം. 5 പഞ്ചേന്ദ്രിയങ്ങൾ ചവിട്ടി കയറുമ്പോൾ നമ്മളൊന്ന് ശുദ്ധീകരിച്ചു. അഷ്ടമോഹങ്ങൾ ഒഴിവാകുമ്പോൾ നമ്മളെ മനസ്സ് പ്രകാശമായി. അടുത്ത 3 പടി ത്രിഗുണം, ഒരു തരത്തിലുള്ള സ്വാധീനവും മായയും നമ്മളെ സ്വാധീനിക്കില്ല. 17-ാമത്തെ പടി പൂർണ്ണമാകാത്ത ജ്ഞാനം, 18-ാമത്തെ പടി പൂർണ്ണമായ ജ്ഞാനം. ജ്ഞാനം പൂർണ്ണമാകുമ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി, ഞാൻ തന്നെടാ നീ. ചെന്ന നമ്മളും ഭഗവാനും തമ്മില് ഒരു വ്യത്യാസവുമില്ല. യഥാർത്ഥ ഭക്തനും ഭഗവാനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അവിടെ ജയചന്ദ്രൻ എന്നില്ല, സുനിൽ എന്നില്ല, മാധവൻ എന്നില്ല, ബാബു എന്നില്ല. അയ്യപ്പന്റെ മുമ്പിൽ 18 പടി 41 വ്രതശുദ്ധിയോടുകൂടി. എന്തിനാ ഉറങ്ങണേ? 41 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി മൂലമന്ത്രവും ജപിച്ചുകൊണ്ട് ഒന്ന് ചവിട്ടിക്കയറി നോക്കിയാൽ നമ്മളെ ഈ മനസ്സിനകത്ത് കിടക്കുന്ന അഴുക്കൊക്കെ പോവും. ആരോടും വിദ്വേഷം തോന്നൂല. അവനെ ഞാൻ പണ്ടേ നോക്കി വെച്ചിരിക്കണം, നീ നോക്കിയോ, റിട്ടേറി ചെയ്യട്ട്, ശരിയാക്കി കൊടുക്കാൻ. ഞാൻ എന്തിനാ? അകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഇവിടെ ജീവിച്ചിട്ടുണ്ടാവും. പിന്നെ എന്ത് കണ്ടിട്ടാ? അകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തു വിടുമെന്ന് ഉറപ്പുള്ളത്. പുറത്തു വിട്ടില്ലെങ്കിൽ തിണ്ണപ്പുറത്തടിച്ച് കുളിപ്പിച്ച് കിടത്തും. ആരെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതിയാണെങ്കിൽ നല്ല മുണ്ടൊന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അലക്കിയതെടുത്ത് അങ്ങോട്ട് അമ്മാവൻ, അപ്പൂപ്പൻ, അച്ഛൻ ഉദിച്ചോറി അവിടെ നിൽക്കുന്ന ശവകുടീരം ഒരുക്കാൻ വേണ്ടി കൊണ്ടുചെല്ലുമ്പോൾ ശത്രു ആയിരിക്കും. അവസാനത്തെ വണ്ടിക്കൂലിക്ക് 1 രൂപ എടുത്തെറിഞ്ഞു കൊടുക്കണം. അത്രയേ ഉള്ളൂ ജീവിതം. അതുകൊണ്ട് എത്ര പ്രാർത്ഥിക്കുമോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം? ശരീരവും മനസ്സും ശുദ്ധീകരിക്കാം. അതുകൊണ്ട് തത്വമസി
ഞാനും ഭഗവാനും നമ്മൾ രണ്ടും രണ്ടല്ല എന്ന് ഓം ക്രൂം നമ പരായ ഗോത്രേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് കയറണം. പിന്നെ ഏതമ്പലത്തിലും ശാസ്താവിന്റെ അമ്പലത്തിൽ കയറുമ്പോ ഓം ശനീശ്വരായ നമ, ഓം സൂര്യപുത്രായ നമ. ഇനി ഞാൻ പറയുന്നത് ജാതകത്തിൽ ലഗ്നാധിപൻ ശനി, 12 ശനി, അറിയാമല്ലോ 8 ശനി, ഇതൊക്കെ നിൽക്കുന്നവരോട് കുറച്ചൊന്ന് പാട്ടുപാടും. അവര് ചൊല്ലേണ്ടതാണ് നീലാഞ്ജന സമാനാഭം രവിപുത്രമിമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം ത്വം നമാമി ശനൈശ്വരം. നീലാഞ്ജന സമാനാഭം രവിപുത്രമിമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം ത്വം നമാമി ശനൈശ്വരം. ഓം ശനീശ്വരായ നമ, ഓം സൂര്യപുത്രായ നമ, ഓം ഭൂതനാഥ സദാനന്ദം സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാഖേതുഭ്യം നമോ നമ. നിന്റെ ആ മഹാബാഹു ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ആ വലിയ കൈകൾ കൊണ്ട് നീ എന്നെയും കൂടെ ചേർത്ത് പിടിച്ച് രക്ഷിക്കണേ. ഇതാണ് അവിടെ പറയുന്നത് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ. ഒറ്റ കാര്യം അത് ഓർക്കുക, ബാക്കി മറക്കാനല്ല. ഓം ക്രൂം നമ പരായ ഗോത്രേ നമ, അയ്യപ്പന്റെ മൂലമന്ത്രം.